സുഹൃത്തുക്കളെ, എന്താണ് കഥ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കോയമ്പത്തൂർ നമ്മൾ ഡ്രസ്സൊക്കെ വളരെ വില കുറച്ച് തൂക്കി വിൽക്കുന്ന സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എന്തായാലും കോയമ്പത്തൂരൊന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയ കേട്ടോ. നമ്മൾ വേറെ ആവശ്യത്തിന് പോയതാണ്. ഡ്രസ്സും അതിൻ്റെ കൂട്ടത്തിൽ നോക്കാമെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് എല്ലാം വിലക്കുറവുണ്ടെന്നാണല്ലോ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ കേൾക്കാറ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയ. അങ്ങനെ ഉക്കടം മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഉക്കടം മാർക്കറ്റിൽ ഇഷ്ടം പോലെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. കുറേ ആളുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴാണ് അറിയുന്നത്. അത് ഫാമിലി ആയിട്ടോടെ താമസിക്കുന്നവരും സ്ഥിര താമസക്കാരൊക്കെയാണ്. പക്ഷെ എങ്കിലും ഷോപ്പുകൾ, ഹോട്ടലുകളും ഒക്കെ കൂടുതലും മലയാളികൾ തന്നെ. ഫർണിച്ചർ ഷോപ്പുകളൊക്കെ ഇഷ്ടം പോലെ മലയാളികളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ എന്തായാലും മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ ഷർട്ടും പാൻറ്റൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ടോ. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 800 രൂപ ഒക്കെ വില വരുന്ന ഷർട്ടൊക്കെ 250 രൂപക്കാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ 4 തൂക്കിയിട്ടേക്കുന്ന കണ്ട 250 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷർട്ടുകളാണ്. 4 1000 എന്ന് പറയും. പക്ഷെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 5 1000 തരും. 200 രൂപക്കൊക്കെ നമുക്കിത് സാധനം കിട്ടും. ഇത് 50-100 പീസൊക്കെ നമ്മൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഹോൾസെയിലിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ അതിലും കുറയും. എന്നോട് പറഞ്ഞ ഒരാൾ പറഞ്ഞത് 120 രൂപയ്ക്കൊക്കെ കിട്ടുമെന്നാണ് അതേ ഷർട്ട്. അപ്പോൾ നമ്മൾ നാട്ടിലത് കൊടുന്നു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടൊരു 400-500 ആ ലെവലൊക്കെ ഇത് വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെ കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ മേടിക്കാൻ പോയതല്ല, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി 1-2 പീസ് മേടിക്കാൻ വേണ്ടി അങ്ങനെ പോയതാണ്. അപ്പോൾ മാർക്കറ്റിലൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇഷ്ടംപോലെ ചെറിയ ചെറിയ റൂമുകളെല്ലാം ഡ്രസ്സിൻ്റെ ഒരു ഏരിയ. ചില ഏരിയയിൽ മൊത്തം ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ 2ാമത്തെ 3ാമത്തെ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ കയറുന്ന സ്റ്റെപ്പിലൊക്കെ ഇതുപോലെ ഡ്രസ്സ് തൂക്കിയിട്ടേക്ക് എല്ലാത്തിനും റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാൻറ്റിനൊക്കെ വളരെ 350-400 രൂപയ്ക്ക് നല്ല പാൻറ്റ് കിട്ടാണ്ട്. അപ്പം ഇഷ്ടംപോലെ കടകളുമാണ്. അപ്പോൾ ഇതിലെല്ലാം ഒന്ന് കറങ്ങിയിട്ട് നമുക്കൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. മാർക്കറ്റ് ഭയങ്കര റഷായ, ഭയങ്കര തിരക്കുള്ളൊരു മാർക്കറ്റ് കേട്ടോ. നല്ല രീതിയിൽ ആളുകൾ വരുന്നുണ്ട്. അപ്പം ഇതുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയിട്ടൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ ഡ്രസ്സ് മാത്രമല്ല, ഫുഡ് ഐറ്റംസും എല്ലാം അതിൻ്റെതായ ഒരു ഏരിയ ഫുഡ് ഐറ്റംസ് മാത്രം. ചില ഏരിയകളിൽ ഡ്രസ്സ് മാത്രം, സ്വർണ്ണക്കടകൾ മാത്രമുള്ളൊരു ഏരിയ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മളെ നാട്ടിനൊക്കെ നാട് വിട്ടു പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ ചെറുതായെന്ന് അങ്ങനെയായിരുന്നു. കാരണം വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നാട് വിട്ടു പോകും. നാട് വിട്ടു പോകുന്ന ഒന്നിരിക്കും എറണാകുളം, അല്ലെങ്കിൽ ഇതുപോലെ തിരുവനന്തപുരത്ത് പോകും. അതല്ലെങ്കിൽ പോകുന്നത് നമ്മൾ ഈ തന്നെ കോയമ്പത്തൂർ, പൊള്ളാച്ചി, അങ്ങനെ തമിഴ്നാട് ഭാഗത്തൊക്കെ പോകുന്നത്. കോയമ്പത്തൂരൊക്കെ പോയി ആ കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും വല്ല ഷോപ്പിൽ എന്തെങ്കിലും ജോലിക്ക് കയറും. കാലക്രമേണ നമ്മൾ അവിടെ ജോലി ചെയ്ത് പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു ഷോപ്പൊക്കെ തുടങ്ങി. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്ക് ബിസിനസ് സെലക്ട് ചെയ്ത് പോകാം. ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മളെ അടക്ക, വെറ്റില പോലെ തേങ്ങ അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വിൽക്കുന്നൊരു ഏരിയ. അതുമാത്രം അടയ്ക്കും പോലെ ഉണ്ട്. വെറ്റിലിൻ്റെ ഇലകൾ അങ്ങനെ അട്ടിയാക്കി ഇഷ്ടം പോലെ ഷോപ്പുകൾ, അതിൻ്റെതായ ഷോപ്പുകൾ. നല്ല രസമാണ് ഇവിടെ നടക്കാൻ. ഇഷ്ടം പോലെ ആളുകളും ഉണ്ട്. എന്തായാലും ഇതൊക്കെ ഒന്ന് കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലെ. പക്ഷെ ഇത്രയും വിലക്കുറവില്ലാന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നല്ല ബൾക്കായിട്ടാണ് സാധനം കിട്ടുന്നത്, വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. പേശണം. നമ്മൾ ഡ്രസ്സൊക്കെ പറയുമ്പം ഇവർ പറയുന്നത് 4,000 അതല്ലെങ്കിൽ 3,000 എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പറയാം ഇത് നമ്മളെ നാട്ടിലും കിട്ടുമല്ലോ, ആ പൈസക്കെല്ലാം 5,000 ആണെങ്കിൽ ഞാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടി വില കുറച്ച് തരും. അങ്ങനെ വിളിച്ച് വരുത്തുക, അവർ കടൻ്റെ ഉള്ളിലേക്ക് വിളിച്ച് വരുത്തുക, വാവെന്നും പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ്. നല്ല രസമാണ് അവിടെ. അത്യാവശ്യം ആളുകളും ഭയങ്കര തിരക്കുള്ള ഗില്ലിയായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കടകളാണ്. ഓക്കെ, അപ്പോൾ കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും നമ്മൾ നോമ്പ് സമയമല്ല, പെരുന്നാൾ സമയത്തൊക്കെ, പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മൾ 5-6 കൂട്ടുകാരൊക്കെ ഒരുമിച്ചൊക്കെ പോയി ഡ്രസ്സ് എടുക്കില്ല. ഇവിടെ നാട്ടിലൊക്കെ നല്ല റേറ്റ് കൊടുത്തെടുക്കുന്നത്. ആ സമയം ഒരു കാർ എടുത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ എണ്ണ അടിച്ചാൽ പോലും നമുക്ക് നഷ്ടം വരില്ല. 4-5 പേരൊക്കെ ഒരുമിച്ച് ഒരാൾ എടുക്കുകയാണെങ്കിൽ തന്നെ അത്ര നഷ്ടം വരില്ല. 2-3 4-5-6 പേരൊക്കെ ഒരുമിച്ച് പോയിട്ട് ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയാണെങ്കിലോ സത്യം പറഞ്ഞാൽ നല്ല പൈസയൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ എങ്ങനെ ആയാലും ഒരു 1000-ൻ്റെ മുകളിൽ ഒരു പാൻറ്റിനൊക്കെ ഒരു 800-900-1000 വരുന്ന സാധനമൊക്കെ അവിടെ 350-400 രൂപയൊക്കെ കിട്ടും. ഒരു 400-450 പറയും. പക്ഷെ നമ്മൾ റേറ്റ് കുറച്ച് 350-നൊക്കെ നമുക്ക് കിട്ടാൻ പറ്റും. അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം. ഇത് നമ്മുടെ വണ്ടിൻ്റെ പാർട്സുകളൊക്കെ കിട്ടുന്നൊരു ഏരിയ കേട്ടോ.
നമ്മുടെ ബൈക്കിൻ്റെ സ്പെയർ പാർട്സ് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റും മറ്റു ലൈറ്റ് കാര്യങ്ങൾ, ബമ്പർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ബേസ് മേലെ മാത്രമുണ്ട്, എല്ലാം ഉണ്ട്. മെഷീനറികളുണ്ട്. ഇതിൻ്റെതായ ഒരു മാർക്കറ്റാണ്, അതും ഉക്കടത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവിടെയും തന്നെ രാത്രി ഞങ്ങളൊക്കെ ഒന്ന് കറങ്ങി മൊത്തത്തിലൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വണ്ടീൻ്റെ സാധനങ്ങളൊക്കെ പാർട്സൊക്കെ വേണമെങ്കിൽ ഇവിടെ ഭയങ്കര വില കൊടുത്ത് മേടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അവിടെ പോയി കൂടുതൽ വേണം. പക്ഷേ ഒരു പീസിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതിയാവില്ല. മറ്റു ഇപ്പോൾ വേറെ കൂട്ടുകാർക്കോ എല്ലാവർക്കും 2-3 പേരൊക്കെ ഒരുമിച്ച് പോകണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മെഷീനറികളുണ്ട്, ടൂൾസുകളൊക്കെ ഉണ്ട്. ടൂൾസ് ബോക്സിനൊക്കെ വളരെ വിലക്കും.